അടുത്തതായി നമുക്ക് കേബിളിൻ്റെ കുറച്ച് കോഡുകൾ മനസ്സിലാക്കാം. കേബിളിൽ എപ്പോഴും കോഡ് വെച്ചാണ് നമ്മൾ എഴുതാറ്. AYFI എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കോഡുകളുണ്ടാവും. അപ്പോൾ അത് എന്താണ് ആദ്യം സംഭവം നോക്കാം. ഓരോ അക്ഷരങ്ങൾ ആയിരിക്കും 4 അക്ഷരമായിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും കോഡുകളുണ്ടാവുക. അതിൽ A എന്ന് പറഞ്ഞാൽ അലുമിനിയം കണ്ടക്ടറിന് PVC ഇൻസുലേഷനെ Y എന്നും അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ ഇൻസുലേഷൻ എന്ന് വിളിക്കും. പിന്നെ ക്രോസ് ലിങ്ക്ഡ് ഇൻസുലേഷനെ 2X എന്നും, പിന്നെ ആർമറിനെ W എന്നും, പിന്നെ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള റൗണ്ട് ആർമറിനെ WA എന്നും, പിന്നെ സ്റ്റീൽ സ്ട്രിപ്പാണ് ഈ F എന്നും ഫ്ലാറ്റ് ആയിട്ടുള്ളത്. പിന്നെ നോൺ മാഗ്നറ്റിക് സ്റ്റീൽ സ്ട്രിപ്പാണ് FA എന്ന് വരും. പിന്നെ ഡബിൾ സ്റ്റീൽ ആർമറൊക്കെ ഉണ്ടെങ്കിൽ WW എന്നും, ഡബിൾ ഫ്ലാറ്റ് ആർമറാണെങ്കിൽ WF കൊടുക്കും. പിന്നെ PVC ഷീത്തിന് Y എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. സെയിം രണ്ടാമത് എഴുതിയ എന്താണെന്ന് നിങ്ങൾക്ക് പറയുക മനസ്സിലാവും. പോളിയത്തിന് ഔട്ടർ ഷീത്തിന് 2Y എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. കോപ്പർ സ്ക്രീനിന് C എന്നും, പിന്നെ ലെഡ് അലോയ് ഷീറ്റിന് LYയും, അലുമിനിയത്തിന് A എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം നോക്കാം. ഇത് മാത്രമല്ല പല കോഡുകളും ഉണ്ട് ഇതിന്. അപ്പോൾ പൊതുവേ നമ്മൾ AYFI എന്നിങ്ങനെ കേബിളിൻ്റെ കുറേ കോമ്പിനേഷൻ ആദ്യം ജസ്റ്റ് ഒന്ന് കാണാം. എന്താണെന്നുള്ള വിശദമായിട്ട് AYFI, A2XFI, CYFI എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കോമ്പിനേഷൻ കാണുന്നു. അപ്പോൾ ഇതെന്താണ് കേബിളെന്ന് മനസ്സിലാക്കാനാണ് ഈ കോഡ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ കണ്ടക്ടറുകൾ അതിലുപയോഗിക്കുന്ന അലുമിനിയം ആണോ കോപ്പറാണോ ചെമ്പാണോ അനുസരിച്ച് അതിൻ്റെ C എന്ന് പറഞ്ഞ കോപ്പറിന് വരില്ല. സീന് പകരം അവിടെ ബ്ലാങ്കായിട്ട് ലീവ് ചെയ്യുക ചെയ്യുന്നത്. അത് കോപ്പറാന്ന് മനസ്സിലാക്കണം. അത് എഴുതിയതിൽ മിസ്റ്റേക്കാണ്. CA എന്ന് പറഞ്ഞ കോപ്പർ അലുമിനിയം വരും. അതൊക്കെ വേറെ കുറച്ച് കാര്യങ്ങളിലാണ് അത് ഈ പറഞ്ഞ വരുന്നത്. നമ്മുടെ പവർ കേബിളിൽ A അല്ലെങ്കിൽ ഒന്നും എഴുതില്ല, C എന്ന് പറഞ്ഞാൽ എഴുതില്ല. പിന്നെ അതിൻ്റെ ഇൻസുലേഷൻ ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലിൻ എന്ന് പറഞ്ഞ ഇതാണ് ഇൻസുലേഷൻ മെറ്റീരിയൽ എങ്കിൽ X എന്ന് പറഞ്ഞ് കാണും. പോളിവിനൈൽ ക്ലോറൈഡ് PVC ആണെങ്കിൽ Y എന്ന് കാണും. പിന്നെ V എന്ന് പറഞ്ഞ് വരാണ്ട് എത്തിലീൻ വിനൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞ അത് വരാറുണ്ട്. സിലിക്കോൺ വരാറുണ്ട്. പിന്നെ F ഫ്ലെക്സിബിൾ ഇൻസുലേഷൻ. അത് പക്ഷേ F മറ്റേതായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഷീത്ത് അല്ലെങ്കിൽ ജാക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷൻസ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനാണ് ആർമർ എന്ന് പറയുന്നത്. അപ്പോൾ കേബിളിലൊക്കെ വർക്ക് ചെയ്തവർക്ക് കുറച്ചും കൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആവും ആർമർ. അപ്പോൾ ഫ്ലെക്സിബിളായിട്ടുള്ള F എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ഷീത്ത് ആർമറാണ്. WF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആർമറുണ്ടാവും, ഫ്ലാറ്റ് ആയിട്ടുള്ള ഷേപ്പായിരിക്കും ഇത്. പിന്നെ FA എന്ന് പറഞ്ഞാൽ അബ്രേഷൻ റെസിസ്റ്റൻസും, W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ആർമർ എന്നുള്ള മീനിങ് ആണ്. അപ്പം അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഹാലജൻ വരുന്നുണ്ട്, ഹാലജൻ ഫ്രീ വരുന്നുണ്ട്. പിന്നെ കളർ കോഡിങ് യെല്ലോ ഷീത്തിന് വേണ്ടി CY എന്നൊക്കെ കൊടുക്കും. പിന്നെ RYB കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കേബിൾസ് പൊതുവെ പറയാൻ 2 കോർ സിംഗിൾ കോറും ഉണ്ട്, 2 കോർ 3 കോർ 4 കോർ, പിന്നെ സ്ക്രീൻഡ് കേബിൾ, അണ്ടർഗ്രൗണ്ട് കേബിൾ അങ്ങനെയൊക്കെ പറയാറ്. അപ്പോൾ ഇങ്ങനെ AYFI എന്നൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം കണ്ടക്ടറാണ് അതിൽ വരുന്ന ആദ്യത്തെ ഏറ്റവും അകത്തുനിന്ന് പുറത്തേക്കാണ് പറയുന്നത്. പിന്നെ XLP ഇൻസുലേഷൻ വരും, പിന്നെ അല്ലെങ്കിൽ PVC ഇൻസുലേഷൻ വരും, പിന്നെ ആർമർ വരും, പിന്നെ Y എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മുടെ PVC ഇൻസുലേഷൻ. അപ്പോൾ 4 അക്ഷരങ്ങളും 4 അതിൻ്റെ ആ ഒരു ലെയർ എങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് എങ്ങനെ വരുന്നു ഉള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. A2XFIയിൽ 2X എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റോസ്ലിങ്ഡ് പോളിയത്തിനാണ് ഇടയിലുള്ള ലെയർ തന്നെ. പിന്നെ F എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആർമറിനും, Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള ഇൻസുലേഷന് വേണ്ടിയാണ്. CYFI എന്ന് ഇടില്ല, അത് ഞാൻ എളുപ്പത്തിന് എഴുതിയ ശരിക്കും YFI എന്നാണ് ഇടുള്ളൂ. അപ്പോൾ YFI എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പറാണ് അവിടെ ഉള്ളതെന്ന് മീൻ ചെയ്യുക. A ഇട്ടാൽ അലുമിനിയം, ഇട്ടില്ലെങ്കിൽ കോപ്പറാണ്. ബാക്കി സെയിം അതിൻ്റെ മേക്കൊക്കെ അതേപോലെ. അങ്ങനെ കുറേ മോഡലുണ്ട്. AY BY എന്നൊക്കെ പറഞ്ഞാൽ കുറേ നമുക്ക് ഇഷ്ടം പോലെ കോമ്പിനേഷൻസ് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഇൻസ്പെക്ടർ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. നോ കോഡ് ലെറ്റർ ഫോർ കോപ്പർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്തപ്പോൾ അതിൽ കയറി വന്നു പോയതാണ്. C എന്ന് വന്നു കഴിഞ്ഞാൽ കോപ്പർ സ്ക്രീനാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് പക്ഷേ അതിൻ്റെ ഇടയിലായിട്ടായിരിക്കും വരുന്നത്. AYCY എന്നൊക്കെ പറഞ്ഞ AYCY എന്നൊക്കെ പറഞ്ഞ് വരും. C ഇടയിൽ വരും, അല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ വരില്ല ഒരിക്കലും. അപ്പോൾ ഈ ടേബിൾ 7Bയിൽ അതാണ് പറഞ്ഞേക്കുന്നത്. കേബിൾ കോഡ് ഫോർ PVC ആൻഡ് XLP AV2T കേബിൾസ് 3 ഫേസ് വോൾട്ടേജ് മുതൽ 11 kV കേസുകൾ വരെ
11 kVയും 33 kVയുടെ എല്ലാത്തിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ IS സ്പെസിഫിക്കേഷൻ ഏതാണ് നോക്കേണ്ടതെന്നുള്ള കേസും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി 3 ഫേസ് കേബിളിലൊക്കെ വരുന്ന ഈ ഒരു സെയിം കാര്യങ്ങൾ തന്നെ. അലുമിനിയത്തിന് എന്ന് പറയും, PVC Y എന്ന് പറയും, PVC ഷീറ്റിനാണെങ്കിലും Y എന്ന് പറയും, ഔട്ട്ഡോർ യൂസിന് OU എന്നൊക്കെ എഴുതും, ഔട്ട്ഡോർ ടൈപ്പ് കേബിൾ എന്ന് പറയാം. പിന്നെ ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള, അതായത് ഫയർ പെട്ടെന്ന് പിടിക്കാത്ത ടൈപ്പ് ഇതിൽ PVC വിത്ത് FR എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. പിന്നെ വിത്ത് ലോ സ്മോക്ക്, ഫയർ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ലോ സ്മോക്ക് വരുന്ന അതിന് FR LSH എന്നൊക്കെ പറഞ്ഞ് എഴുതും. അപ്പോൾ ആ ഒരു കേസാണ് കാറ്റഗറി 1 C1 C2 എന്ന് പറഞ്ഞ് എഴുതിയേക്കണേ. FR സ്പെഷ്യൽ കേബിൾസ് ഫോർ ഇംപ്രൂവ് ഫയർ പെർഫോമൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കേബിളിൻ്റെ ഡെപ്ത്ത് എത്ര ഡെപ്തിലൊക്കെ ഇടണം എന്നുള്ള കേസും കൂടി എഴുതിയിട്ടുണ്ട്. നമ്മുടെ അണ്ടർഗ്രൗണ്ട് കേബിളൊക്കെ വരുമല്ലോ, അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഡെപ്തിൽ, അതായത് LV കേബിൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കൺട്രോൾ കേബിൾസൊക്കെ ഒരു 0.75 മീറ്റർ 750 സെൻറ്റിമീറ്റർ ഡെപ്തിലിട്ടാൽ മതി ഫ്രം ഗ്രൗണ്ട്. ഹൈ വോൾട്ടേജ് 11 kVയിലൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 1 മീറ്റർ 0.9 മീറ്റർ വെച്ച് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 22-33 kV ഒക്കെ ആണെങ്കിൽ 1.05 മീറ്റർ പറയുന്നുണ്ട്. റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തായാലും 1 മീറ്റർ നമ്മൾ ഇടണം, ഏത് കേബിളാണെങ്കിലും 1 മീറ്റർ ഡെപ്തിൽ വേണം ഇടണം. കേബിൾസ് റെയിൽവേ ലെവൽ ക്രോസിങ്ങിൽ നമ്മുടെ റെയിൽവേയുടെ ബോട്ടം ഓഫ് സ്ലീപ്പർ തൊട്ട് ടോപ്പ് ഓഫ് ദ കേബിൾ വരെ മെഷർ ചെയ്യുമ്പോൾ 1 മീറ്റർ കിട്ടണം. അതായത് സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ കട്ട പോലെ വിരിച്ചിട്ടുണ്ടാവില്ലോ റെയിൽവേ ഇതിലത്ത്. അപ്പോൾ ആ കട്ടയുടെ അടിഭാഗം മുതൽ കേബിളിൻ്റെ മുകൾ ഭാഗം വരെ 1 മീറ്റർ വന്നെന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ പവർ കേബിളും ഇപ്പോൾ ഒരു കേബിളുകൾ തമ്മിൽ ഇപ്പോൾ 2 കേബിൾ ഒന്നിച്ചുണ്ടാവും, അത് തമ്മിൽ എത്ര ഗ്യാപ്പ് ഇടണം എന്നുള്ള പറയുന്നത്. അപ്പോൾ പവർ കേബിളും കൺട്രോൾ കേബിളും തമ്മിലാണെങ്കിൽ ഒരു 0.2 മീറ്റർ 200 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇടുക എന്നാണ് പറഞ്ഞേക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കേബിളാണെങ്കിൽ, കൺട്രോൾ കേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജനറേറ്ററിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ആക്കാനുള്ള കേബിൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ACB അങ്ങനത്തെ ഇതിനൊക്കെ കൺട്രോൾ കേബിൾസ് എന്ന് പറയും, സ്റ്റാർട്ടേഴ്സിൻ്റെ കേബിൾ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിൽ 0.2 അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം. പവർ കേബിളും കമ്മ്യൂണിക്കേഷൻ കേബിളും, ടെലിഫോൺ കേബിളും പവർ കേബിളും ഒരു ഇതിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം. പിന്നെ ഗ്യാസോ വാട്ടർ ആണെങ്കിൽ പോലും 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.3 മീറ്റർ ഗ്യാപ്പ് വേണം. ആയിട്ടുള്ളൊരു ടേബിളാണ് ടേബിൾ 9. കറണ്ട് റേറ്റിംഗ് ഓഫ് AYFA ഫീഡർ കേബിൾ. ഫീഡർ കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനൽ, ഒരു MSP എന്ന് പറയുന്ന പാനലിലേക്ക് എന്തായാലും വരാൻ പോകുന്നത്, മെയിൻ പാനലിലേക്ക് എന്തായാലും ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടാക്കി വരാൻ പോകുന്നതെന്ന് വയ്ക്കുക. അല്ലാത്ത സബ് പാനലുകൾ DB, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ചെറിയൊരു പാനലാണ് 3 ഫേസ് കണക്ഷൻ വരുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് അവിടെ ആ പാനലിൽ എടുക്കാൻ സാധ്യതയുള്ള കറണ്ട് റേറ്റിംഗ് അറിഞ്ഞാൽ, അതായത് മാക്സിമം എത്ര കറണ്ട് വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് കേബിൾ സെലക്ട് ചെയ്യാനുള്ളൊരു ടേബിളാണ് ഈ കാണുന്നത്. അതായത് നമ്മളവിടുത്തെ ഒരു സപ്പോസ് ഒരു പാനൽ നമ്മൾ എടുക്കുന്നു, അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ കിലോ വാട്ട് എത്ര വരുന്നു, അറ്റ് എ ടൈം എത്ര യൂസ് ചെയ്യുന്നു അനുസരിച്ച്, മാക്സിമം ഡിമാൻഡ് എന്ന് പറയുമല്ലോ, അത് അനുസരിച്ച് നമുക്ക് എത്ര വരുന്നു എന്നുള്ള മനസ്സിലാക്കിയാൽ, അപ്പോൾ അതനുസരിച്ചുള്ള ഫ്യൂസാണ് വയ്ക്കണമെങ്കിൽ സ്വിച്ച് ഫ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഫ്യൂസ് വയ്ക്കും. അല്ല എന്തെങ്കിലും വാല്യൂ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കറണ്ട്, എന്ന കറണ്ട് ഇപ്പോൾ 16 ആംപിയറാണ് നമ്മുടെ ഫ്യൂസ് റേറ്റിംഗ്, അതിനേക്കാളും താഴെയുള്ളൊരു കറണ്ട് ആയിരിക്കുമല്ലോ അതിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിനുവേണ്ടി 4 സ്ക്വയർ മൊമെൻ്റ് കേബിളാണ് ആ ഒരു പർട്ടിക്കുലർ പാനലോ DBയിലേക്ക് വിടേണ്ടതെന്നാണ് ഇതിൻ്റെ അത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓരോ ഫ്യൂസ് റേറ്റിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും താഴെയുള്ള ഒരു കറണ്ട് ആയിരിക്കും. ഇപ്പോൾ 25 ആംപിയറിന് 24 അതിൻ്റെ അകത്ത് കറണ്ട് വരേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6 സ്ക്വയർ മൊമെൻ്റ് കേബിൾ യൂസ് ചെയ്യണം. ഇത് നമ്മുടെ DB പാനൽ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ. മോട്ടറിനും ജനറേറ്ററിനും ട്രാൻസ്ഫോമറിനൊക്കെ സെപ്പറേറ്റ് കേബിൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 800 ആംപിയറൊക്കെ വരികയാണെങ്കിൽ 4x400 സ്ക്വയർ കേബിൾ ഇടണം. ഒരു പാനലുണ്ട്, ആ പാനൽ 800 ആംപിയർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂസ് റേറ്റിംഗ് അത്രയാണ്, അല്ലെങ്കിൽ MCCB അതിലാണ് സെറ്റ് ചെയ്തേക്കണം, അല്ലെങ്കിൽ ACB അതിലാണ് സെറ്റ് ചെയ്തേക്കണമെങ്കിൽ അത് അതിന് യൂസ് ചെയ്യേണ്ട കേബിളാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഓരോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് ഇടേണ്ട കേബിൾ മനസ്സിലാക്കും. അത് തന്നെ ഇതിപ്പോൾ നമ്മുടെ 2024 ഡയറിയിൽ ആഡ് ചെയ്തൊരു ടേബിളാണ്. ഫീഡർ കേബിൾ കറണ്ട് റേറ്റിംഗ് അത് അണ്ടർഗ്രൗണ്ട് വഴി ഇടുവാണെങ്കിൽ, അത് 2 ടൈപ്പ് കേബിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. AYFA കേബിളും A2XFA കേബിളും. കാര്യം ഒന്ന് തന്നെ, നമ്മുടെ ഫ്യൂസാണ് ഉപയോഗിക്കണമെങ്കിൽ 20 ആംപിയറിന്
ആംബിയറിൻ്റെ ഫ്യൂസ് വെച്ചെങ്കിലും 4 സ്ക്വയർ കേബിൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബ്രേക്കർ, അതായത് നമ്മുടെ ACBയോ അല്ലെങ്കിൽ MCCBയോ ആണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് 25-ലാണെങ്കിൽ 4 സ്ക്വയർ കേബിൾ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് അതേപോലെ തന്നെ ഇത് XLP കേബിളാണെങ്കിൽ നമുക്ക് ബ്രേക്കർ സെറ്റിംഗ് 30 വരെ സെറ്റ് ചെയ്താലും ഈ 4 സ്ക്വയർ കേബിൾ യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതേപോലെ 6ൻ്റെ പറയുന്നുണ്ട്. 6 സ്ക്വയർ കേബിൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണെന്നുള്ളത്. ഒന്നുമില്ലെങ്കിൽ AYFA കേബിൾ ഉപയോഗിക്കുമ്പോൾ 25ൻ്റെ ഫ്യൂസ് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്കർ 30-ൽ സെറ്റ് ചെയ്യുമ്പോഴോ. ഇനി XLP കേബിളോ അല്ലെങ്കിൽ XLP XL5 എന്ന് പറഞ്ഞെല്ലാം സെയിം സാധനം തന്നെയാണ്. അപ്പോൾ അത് XLP കേബിൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും 32 ആംബിയറിൻ്റെ ഫ്യൂസ് ഉള്ളപ്പോൾ ആണ് നമ്മൾ 6 സ്ക്വയർ കേബിൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ബ്രേക്കർ സെറ്റിംഗ് 40-ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോഴും 6 സ്ക്വയർ കേബിൾ ഉപയോഗിക്കുക. അതായത് മനസ്സിലായില്ലേ, A2XFA കേബിൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി നല്ല ഉള്ള കേബിളാണ്. അപ്പോൾ ബ്രേക്കറിൻ്റെ കപ്പാസിറ്റി ഇത്തിരി കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യാനുള്ള ശക്തിയുണ്ട്. അത് ഈ നമ്മൾ സെയിം കമ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ 6 സ്ക്വയർ നമ്മൾ AYF കേബിളിന് ഇപ്പോൾ ബ്രേക്കർ 30 ആംബിയർ വരെയാണ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം 30 സെറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേ സ്ഥാനത്ത് XLP കേബിളോ 40 സെറ്റ് ചെയ്താൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതായത് 10 ആംബിയർ എക്സ്ട്രാ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വലിയ കേബിളിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് ഹയർ വാല്യൂസിലേക്ക് വന്നത് കാണാം. അതായത് ഇപ്പോൾ 4 ആണ്. അത് AYFA ഉപയോഗിക്കുമ്പോഴത്തേക്കും ബ്രേക്കർ 770-ലാണ് സെറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ XLP കേബിൾ വയ്ക്കുമ്പോൾ 930-ൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 160 ആംബിയറിൻ്റെയൊക്കെ വ്യത്യാസം കയറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് മനസ്സിലാക്കി വയ്ക്കുക.